ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി സിമ്പിളായിട്ട് നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സിമ്പിളാണെന്ന് വെറുതെ പറയുന്നില്ല, നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് പച്ചരി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റേഷൻ പീടികയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പച്ചരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2-3 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ പച്ചരിക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏതരിൻ്റെ ചോറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചോറിട്ട് കൊടുക്കുമ്പോൾ അത് കൂടിപ്പോകാതെ നോക്കണം. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ അളവൊക്കെ കറക്റ്റ് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഇട്ടിട്ടുള്ള പച്ചരി മുങ്ങിക്കെടുക്കുന്ന വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാൻ. ഇനി നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇതുപോലെ അരച്ചിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൂടുതൽ സമയമൊന്നും റെസ്റ്റ് ചെയ്യണമെന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചീനച്ചട്ടിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതൊരു സ്പൂൺ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ എണ്ണ കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതുപോലെ തിരിച്ചും മറിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അടിപൊളി പച്ചരിനെ കൊണ്ടുള്ള നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അതിന് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല, അത്രയും സൂപ്പർ ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.